ഞാൻ സ്വിംഗ് ട്രേഡിങ്ങിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. സ്വിംഗ് ട്രേഡിംഗിൽ നമ്മളിപ്പം ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ, ചാർട്ട് നോക്കുകയാണെങ്കിൽ അതിന്റെ സപ്പോർട്ട് ലൈനിൽ സപ്പോർട്ടിൽ നിന്ന് എൻട്രി എടുക്കുന്ന ആളുകളുണ്ട്, നേരെ മറിച്ച് ബ്രേക്ക് ഔട്ടിൽ നിന്ന് അതായത് എൻട്രി എടുക്കുന്ന ആളുകളുണ്ട്. ഏറ്റവും കൂടുതൽ ബ്രോ പ്രിഫർ ചെയ്യുന്നത് ഏത്? ബ്രേക്ക് ഔട്ടിൽ നിന്ന് എടുക്കുന്നതാണ് ചെയ്യുന്നത്. അതിനകത്ത് തന്നെ ജെന്യൂൻ ബ്രേക്ക് ഔട്ട് ഉണ്ട്, ഫേക്ക് ബ്രേക്ക് ഔട്ട് ഉണ്ട്. ഇത് രണ്ട് സിറ്റുവേഷൻസ് കൂടുതൽ മനസ്സിലാക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. അതെങ്ങനെ നമ്മൾ തിരിച്ചറിയാം ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണ്? ഫസ്റ്റ് ഓഫ് ഓൾ നല്ല എക്സ്പീരിയൻസ് വേണം മാർക്കറ്റിന്റെ ടോട്ടൽ ട്രെൻഡ് മനസ്സിലാക്കണം, മാർക്കറ്റിന്റെ സൈക്കിൾ മനസ്സിലാക്കണം. ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കുന്നതാണ് ഈ ഒരു 3 കാര്യം. രണ്ടാമതെന്ന് പറയുമ്പോൾ ഷെയ്ക്ക് ഔട്ട് എന്ന് പറയും. അതായത് ഇതൊരു ബ്രേക്ക് ഔട്ട് ലെവൽ ആണെങ്കിൽ ഇവിടെ ഹിറ്റ് ചെയ്ത് താഴത്തേക്കൊന്ന് വരും. അപ്പോൾ കുറേ അധികം ആൾക്കാർ വിചാരിക്കും മാർക്കറ്റ് തിരിഞ്ഞു, റെസിസ്റ്റൻസ് ആണല്ലോ എന്ന്. പക്ഷേ ഇത് വീക്ക് പ്ലേയേഴ്സിനെ ഷെയ്ക്ക് ചെയ്ത് കളയുക, എന്നിട്ട് ഒറ്റ ബ്രേക്ക് ആയിരിക്കും. അതാ നമ്മൾ ഇച്ചിരുമ്പോൾ പറഞ്ഞ പോലെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് കുറേ പോകുന്നു എന്നൊക്കെ ഉള്ളത്. കാരണം ഇവരുടെ സ്ട്രോങ് അല്ല, വിഷൻ സ്ട്രോങ് അല്ല, വ്യൂ സ്ട്രോങ് അല്ല, കോൺഫിഡൻസ് ഇല്ല അവരെടുക്കുന്ന ട്രേഡിൽ. അതൊക്കെയാണ് അവരുടെ മെയിൻ പ്രശ്നമായിട്ട് വരുന്നത്.